2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. പല വഴികളിലൂടെയും ധനലാഭം പ്രതീക്ഷിക്കാം. ധാരാളം വഴികളിലൂടെ ഒന്നീ നിക്ഷേപങ്ങളുടെ സമൃദ്ധി മൂലമുള്ള പണം ലഭിക്കാം, അല്ലെങ്കിൽ പൂർവിക സ്വത്തിന് കിട്ടേണ്ട രീതിയിൽ പണം ലഭിക്കാം. ആരെങ്കിലും വായ്പ വാങ്ങിച്ചിട്ട് തരാൻ കുടിശ്ശികയായിട്ട് കിടക്കുന്ന പണങ്ങളാണെങ്കിൽ അങ്ങനെ ലഭിക്കാം. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ കിട്ടുന്ന പണങ്ങൾ അഡീഷണലായിട്ട് അരിയറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ലഭിക്കാം. അങ്ങനെ പല രീതിയിലും പണം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരം ലഭിക്കാം. ഇതിൽ ഈ ഇടവക്കൂറിൽ വരുന്ന ഭരണസാന്നിധ്യ യോഗം അങ്ങനെയൊക്കെയുള്ള ഭരണപരമായ യോഗങ്ങളുള്ളവർക്ക് ഇലക്ഷനിൽ നിന്നാൽ തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞതാണ് അവർക്ക് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും, എങ്കിലും ചിലർക്ക് ലഭിച്ചില്ല എന്നും വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൻ്റെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദവി അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇതിൽ ചില രാശി ഉള്ളവരാകുന്നു. ഇതിലുള്ളവർക്കെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇപ്പോഴത്തെ ഈ ജനാധിപത്യത്തിൽ എന്തെങ്കിലും അവർക്ക് പദവികൾ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എതിർത്തുന്നവർ, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളെക്കുറിച്ച് ദോഷം പറയുന്നവരോ അല്ലെങ്കിൽ നിങ്ങളെ എന്തിനും പരോക്ഷമായിട്ടോ അല്ലാതെയോ ഒക്കെ എതിർക്കുന്നവർ എല്ലാം നിങ്ങളോടൊപ്പം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് കാരണം ശത്രുശല്യം കുറയാം. രോഗങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമാധാനം കിട്ടുന്നു, അതെല്ലാം ഒന്ന് ശമിക്കുന്നു എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ഫലിക്കുന്നു. ക്ഷേത്ര ആരാധനകളും അതുപോലെ തന്നെ ദാനധർമാദികളൊക്കെ ഫലിക്കുന്ന ഒരു സമയമാണ്. ദേഹോദ്രവങ്ങൾ ഉണ്ടാകാനിരുന്നത് മാറിക്കിട്ടുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇണങ്ങിയ ജോഡിയെ കണ്ടുപിടിക്കാനും വിവാഹിതരാകാനും സാധിക്കുന്നു, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്താനും സാധിക്കുന്നു. പിന്നെ വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും അവർക്ക് ലഭിക്കുന്നു. പല രീതിയിലും സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിശിഷ്ട അതിഥികളുടെ വിരുന്ന് സൽക്കാരം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പദവിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിശിഷ്ട അതിഥിയുടെ വിരുന്ന് സൽക്കാരങ്ങളൊക്കെ അവർക്ക് ലഭിക്കാം. വിശേഷ വസ്ത്രങ്ങൾ ഔദ്യോഗികമായോ അല്ലാതെയോ ഉള്ള ഒരു അംഗീകരിച്ച അവർക്ക് ഓരോ ഗവൺമെൻറ് രീതിയിലായിരുന്നാലും അല്ലായിരുന്നാലും അവർക്ക് അംഗീകരിച്ച വസ്ത്രങ്ങൾ ലഭിക്കാം. ഇതിനുള്ള വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളാണെങ്കിൽ വിശേഷ ആഭരണങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വിവാഹത്തിനാകാം, അല്ലാതെയും അവർക്ക് ലഭിക്കാം. അതുപോലെ വിചാരിക്കുന്ന മിക്ക കാര്യങ്ങളും നടന്നു കിട്ടുന്നതിന് തടസ്സങ്ങൾ അധികമില്ലാണ്ട് നടന്നു കിട്ടുന്നു. പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ചിലരുടെ വിവാഹം ഈ മാസം തന്നെ നടന്നു കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. കഴിഞ്ഞ മാസം ധാരാളം അലച്ചിലും ഉറക്കം നിന്നതിൻ്റെയൊക്കെയുള്ള ഒരു ഫലം ഈ മാസം ലഭിക്കുന്നു അവർക്ക്. പുതിയ കർമ്മങ്ങൾ, അതായത് കർമ്മ മേഖലയിൽ പുതിയ രീതിയിലുള്ള തൊഴിൽ അല്ലെങ്കിൽ മറ്റുള്ള കർമ്മ മേഖലയിൽ അവർക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു. തീർത്ഥാടനം നടത്താൻ സാധിക്കുന്നു. ഏറെ നാളായി അവരാഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് തീർത്ഥാടനത്തിന് പോകാൻ അവർക്ക് സാധിക്കുന്നു. ഇതെല്ലാം വലിയ ഗുണങ്ങൾ, ധാരാളം ഗുണങ്ങൾ ഈ ഇടവക്കൂറുകാർക്കുണ്ടെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിനുള്ള ഒരു ചെറിയ സാധ്യത കൂടി കാണുന്നുണ്ട്. അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലാവാനുള്ളൊരു സാധ്യത കാണുന്നതിനാൽ വൈദ്യസഹായം ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അശ്രദ്ധമായി വാഹനം ഓടിക്കരുത്. താമസിക്കുന്ന വീട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറാം. അത് ഔദ്യോഗികമായിട്ട് ഉള്ള ഒരു വസതിയാകാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ദൂരസ്ഥലത്തേക്ക് ജോലി സംബന്ധമായിട്ടും മാറി താമസിക്കുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ഒരു ബന്ധുവിൻ്റെ വിരോധം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില കള്ള പരാതികൾ നിങ്ങൾക്കെതിരെ വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇനി ഈ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായമനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം അവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നു. അവരെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും അവർക്കുണ്ടാകുന്നില്ല. അതുകൂടാണ്ട് തന്നെ അവർക്ക് സ്വർണം, വെള്ളി മുതലായ ആ ലോകങ്ങൾ ആഭരണങ്ങളായി അവർക്ക് സമ്മാനമായി ലഭിക്കുന്നു, ധാരാളം ലഭിക്കുന്നു. അവർക്ക് 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി നടക്കുന്നതായിട്ട് കാണുന്നു. എല്ലാവർക്കുമല്ല, ചില കാർത്തിക നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തന്നെ ചില
ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ സമയത്ത് ചില ദുർനടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് മോശപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ജയിൽവാസം വരേണ്ട ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം അവർക്കുണ്ടാകാം. അതുപോലെ ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എല്ലാവർക്കുമല്ല, ഈ ചില കാർത്തിക നക്ഷത്രക്കാരുടെ, എല്ലാ കാർത്തിക നക്ഷത്രക്കാരുടെയും അല്ല, ചിലർക്കാണ്. അതുപോലെ മനപ്രയാസം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള, മിക്കവാറും ഈ ബന്ധുവിൻ്റെ മരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മനപ്രയാസം വരാം. ഈ സമയത്തൊക്കെ ഒരു മദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുകയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലത്. ഈ സമയം നിങ്ങൾ ഇതിൽ നിന്നെല്ലാം തരണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നല്ല ഉയർച്ചകൾ കിട്ടുന്ന ഒരു സമയമാണ്. ധാരാളം സാമ്പത്തിക ശേഷിയും മനസ്സിന് നല്ല ആരോഗ്യവും എല്ലാം കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ ഒന്ന് ശ്രദ്ധിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ നഷ്ടമായ, അതായത് നേരത്തെ ഒരു മുൻകരുതൽ എടുക്കാണ്ട് ഭയങ്കരമായ നഷ്ടങ്ങൾ വന്നവർക്കും നല്ല രീതിയിൽ ജീവിച്ചവർക്കും ധാരാളം ധനവും ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ആത്മീയതയിലേക്ക്, അവർ വിശ്വസിക്കുന്ന ആ മതത്തിൻ്റെ പരമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് അവർക്ക് പോകുന്നതിനും കൂടി സാധിക്കുന്നു. സന്യാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ മതത്തിൽ കൂടുതൽ അവർ ഈശ്വര ആരാധന നടത്തുന്നതിലും പ്രാർത്ഥന നടത്തുന്നതിലൊക്കെ അവർ കൂടുതൽ ചില സമയം ചെലവഴിക്കുന്നതായിട്ട് ചിലരെ കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് തൊഴിലിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കഴിഞ്ഞ മാസം വരെ തൊഴിലിലുണ്ടായിരുന്ന പല പ്രതിസന്ധികളും അവർക്ക് മാറാൻ സാധിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപവാദം കേൾക്കേണ്ട ഒരു സമയമാണ്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അത് വളരെയധികം ശ്രദ്ധിക്കുക ഈ സമയം. അതുപോലെ തന്നെ ഒരു ഭയം വരുന്നതിനൊരു സാധ്യതയുണ്ട്, എന്തിനും ഏതിനെയും. കാരണം ഈ അപവാദം വന്നിട്ട് അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരു മാനഹാനി പോലെ ഒരു ഭയം ഉണ്ടാകാം. എങ്കിലും നിങ്ങളതിൽ യാതൊരു വിധത്തിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു കാര്യങ്ങളിലും ഇല്ല എന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ സമൂഹം അത് നിങ്ങൾക്ക് നല്ല ഒരു രീതിയിലേക്ക്, നിങ്ങൾ നല്ലവരാണെന്നുള്ള രീതിയിൽ അത് മാറ്റി വരാനും സാധിക്കുന്നു. പിന്നെ ഇതിൽ ചിലർക്ക് വാതരോഗം പിടിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. കൈകാൽ വേദന അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചുവേദന അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖങ്ങൾ വരാനുള്ള സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. ഇതുവരെ പല കാര്യങ്ങളും കഴിഞ്ഞ മാസമൊക്കെ ചില തടസ്സങ്ങൾ അവർക്കുണ്ടായിരുന്നത് മാറിക്കിട്ടി. അവർക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണങ്ങൾ കുറച്ച് ക്രമീകരിക്കുക നല്ലതായിരിക്കും. അടുത്ത രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില രോഹിണി നക്ഷത്രക്കാർക്ക് കൊച്ചിലെ തന്നെ ആസ്മ, വലിവ്, ശ്വാസമുട്ട് എന്നൊക്കെ പറയുന്ന ഒരു അസുഖങ്ങളും കഫത്തിൻ്റെ ഉപദ്രവങ്ങളും വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുജനങ്ങൾക്ക് തനിക്കുമൊക്കെ ചില ആപത്തുകൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യവും വന്നേക്കാം. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് ഇത്രയും കാലം അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അവർക്ക് വിദ്യാഭ്യാസത്തിൽ യാതൊരു പ്രശ്നവുമില്ലാണ്ട് നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയാൽ അവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിക്കാണ്ട് വരുന്നുള്ളൂ. അത് അവരുടെ തന്നെ ഒരു കാര്യം കൊണ്ടാണ് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്തത്. അല്ലാണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും അവർക്ക് നല്ല രീതിയിൽ ഒരു ജോലി കിട്ടുകയും അവർക്ക് ചെയ്യുന്നു. ഇതുവരെ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർക്ക് ഒരുപാട് ഗുണഫലങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ഇതിൽ എല്ലാ സമയവും, ഇത്രയും വർഷക്കാലമല്ല, ഇതിൽ ചെറിയ ചില സമയങ്ങളിൽ അവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. അതുമൂലം ചിലർ പോലീസിലെ കള്ളപ്പരാതികൾ കൊടുക്കുന്നതിനും കോടതി നടപടിയിലേക്ക് പോകുന്നതിനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടുതലും സിവിൽ കേസാണ് കൂടുതലും കാണുന്നത്. വസ്തു സംബന്ധമായോ അങ്ങനെയൊക്കെയുള്ള അതിരുതർക്കം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി തർക്കം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളതാണ് കാണുന്നത്. ക്രിമിനൽ കേസല്ല കാണുന്നത്. ഭാഗ്യവശാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുന്നതിനും സാധിക്കുന്നു. അത് മാത്രമല്ല ഈ സമയം ചില രീതിയിൽ, അതായത് ഷുഗർ, അതായത് പഞ്ചസാര രോഗം, പ്രമേഹ രോഗമുള്ളവർക്ക് ഇത്തിരി കൂടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ അവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലം അനുഭവിച്ച
കുറച്ച് ബുദ്ധിമുട്ടുകൾ, അയാൾ കള്ളപ്പരാതികളൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ കുറേ പോലീസിൽ കുറേ ഇതുണ്ടായിരുന്നു, കോടതിയിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ കുറേ സാഹചര്യങ്ങളുണ്ട്. മനസ്സിന് കുറേ ദുഃഖങ്ങളുണ്ടാകുന്നു, അതുപോലെ ശാരീരികമായിട്ട് പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ് 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറുന്നു. അതിന് പരിഹാരമായി അവർക്ക് ഭഗവാൻ തന്നെ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവം തന്നെ അവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് അവർക്ക്. അടുത്ത് മകയിരം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ ആരെങ്കിലും ഉറ്റ മിത്രമോ അങ്ങനെ ഏറ്റവും നിങ്ങളെ ഏതിനും സഹായിച്ചിരുന്നതും ഒരുപാട് വാത്സല്യങ്ങൾ നൽകിയിരിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധു മരിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില മകയിരം നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തന്നെ സ്വന്തം വീട് വിട്ട് അന്യദേശത്തേക്ക്, അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് വേറെ പഞ്ചായത്തിലേക്ക് പോയാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജോലി സംബന്ധമായിട്ട് ദൂരെ എവിടെയെങ്കിലും പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില മകയിര നക്ഷത്രക്കാർക്ക് വിദ്യാഭാഗ്യം ഉള്ളതിനാൽ അവർക്ക് ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത അവർക്ക് കാണുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഇതിൽ ചില മകയിര നക്ഷത്രക്കാർക്ക് വന്നേക്കാം. അതുപോലെ തന്നെ അവർക്ക് അന്യദേശവാസം ചെയ്യുന്നതിന് സാധ്യത, അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായിട്ടും ഒരു ഇത് കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സമാധാനം കിട്ടി. ഇതുവരെ ഈ മകയിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് മനസ്സമാധാനവും ശാരീരികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് മാറിക്കിട്ടി. ക്രമേണ അവർക്ക് നല്ല രീതിയിൽ മനസ്സമാധാനവും ആരോഗ്യവും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ. അവരെ ബുദ്ധിയും നേർഗതിയിൽ ചിന്തിക്കാൻ സാധിക്കും. ഇതുവരെ ബുദ്ധി കുറച്ച് മന്ദീഭവിച്ചിരിക്കും. മന്ദബുദ്ധി എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഒരു മന്ദീഭവിക്കുന്ന ഒരു, അതായത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെല്ലാം അവർക്ക് മാറിക്കിട്ടി. അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കാം. ചില രീതിയിലുള്ള ചെറിയ അസുഖങ്ങളാണ്, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും എന്നാൽ സർജറിയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളല്ല. ചെറിയ ഒരു, അത് കൃത്യമായ വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അവർക്കത് മാറിക്കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. എല്ലാവരുടെയും മൊത്തത്തിൽ വരുന്ന മകയിര നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറിൽ വരുന്നവരുടെ ഫലങ്ങൾ മാത്രമാണ് ഞാൻ പ്രവചിച്ചത്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് നിങ്ങളുടെ ജാതക പരിശോധന നോക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ജാതക പരിശോധനയും അതുപോലെ പ്രശ്നവിധി എന്താണ് പറയുന്നത് അതും കൂടി നോക്കിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കൂ. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.